മറക്കാനാവാത്ത ഒത്തിരി ഓർമ്മകളും ഒരുപാട് സെഷൻസും പാട്ടും ഒക്കെ ആയിട്ട് ഈ ഒരു KLFും കൂടെ അവസാനിക്കുകയാണ്. വന്നവർക്കൊക്കെ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ചേർന്നിട്ടുള്ള ഒരു കാഴ്ചയും കൂടിയായിരുന്നു ഈ ഒരു KLF എന്ന് പറയുന്നത്. 9th എഡിഷൻ ആയിരുന്നെങ്കിലും ഈ ഒരു KLFന് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതായിട്ട് തോന്നി. നമുക്കൊരിക്കലും മനസ്സിൽ നിന്ന് പോവാത്ത രീതിക്കുള്ള ആളുകളും സെഷൻസും അതിലെടുത്ത് പറയേണ്ടത് സുനിത വില്യംസിൻ്റെ ആ വാക്കുകൾ. പിന്നെ ഈ ഒരു ഡെസ്റ്റിനേഷൻ ജർമ്മനി, ഇതിൻ്റെ ഈ ഒരു നിർമ്മിതികളും അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും ഒക്കെ ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയായിരുന്നു. ഒരു വീട് എങ്ങനെയാണോ അതേപോലെ ലിവിങ് റൂമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഒരു കാലത്തും മറക്കാൻ ഈ വന്ന കുട്ടികളും അതിൽ നിന്ന് മുതിർന്നവരും എല്ലാവരും ഒരേ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു സെഷനായിരുന്നു സുനിത വില്യംസിൻ്റെ ചിൽഡ്രൻസ് സെഷൻ. അപ്പോൾ അതിൽ കുട്ടികളൊക്കെ എത്ര മനോഹരമായിട്ടാണ് അവരവരുടെ സംശയങ്ങൾ ചോദിക്കുന്നതും അതിന് ഇത്ര മനോഹരമായിട്ട് അതിനുള്ള മറുപടി കൊടുക്കാനും ഒക്കെ കാണിക്കുന്ന ആ ഒരു ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ആകാശത്തിലെ നക്ഷത്രം എന്ന് തന്നെ നമുക്ക് സുനിത വില്യംസിനെ പറയേണ്ടി വരും. അത്രയും സിമ്പിളായിട്ട് നമ്മളിൽ ഒരാളെപ്പോലെ എന്നാലോ നമ്മളെക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും നമുക്കത് പറഞ്ഞു തരികയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ഒരു ഗൂസ് ബം ഫീലിംഗ് തന്നെയായിരുന്നു അതെന്ന് പറയുകയാണെങ്കിൽ. This is what I was talking about, was there was a lot of people eating a lot and going to the bathroom quite a bit. And then Don and his crewmates docked to the Russian port, the Russian door. You can see it's a little bit different than the front door where we were. So Don, Ivan and Alexei come in, and now there is 12 of us up on the space station. Again, മനസ്സിലാഗ്രഹിക്കുന്നത് ഇനിയൊരു KLF എപ്പോഴാണ്, അതിൻ്റെ ടൈം കാര്യങ്ങളൊക്കെ ആയിരിക്കും പോകുന്നവരും എല്ലാവരുടെയും മനസ്സിലും ഉണ്ടാവുക. അപ്പോൾ അടുത്തൊരു KLFനായിട്ടുള്ള വെയിറ്റിംഗ് ആണ് ഇനി അടുത്ത ജനുവരിയിലേക്ക്.